ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എങ്ങനെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് അച്ചാർ. അപ്പോൾ എല്ലാവർക്കും ഇത് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ് ഗൈസ്, നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ക്യാരറ്റ് അച്ചാർ. ഇത് എങ്ങനെ തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പം കാണിക്കാം. ഇത് 500 grams ക്യാരറ്റ് നമുക്ക് ഇവിടെ വേണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഗാർലിക് സ്ലൈസ്ഡ്, ജിഞ്ചർ സ്ലൈസ്ഡ്. പിന്നെ ഇവിടെ വേണ്ടിയത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇടും. പിന്നെ ചില്ലി പൗഡർ, കായപ്പൊടി, ടൊമാറ്റോ പേസ്റ്റ്, മസ്റ്റേർഡ് സീഡ്സ്, 1 കപ്പ് വെള്ളം, പിന്നെ കറി ലീവ്സ്, പിന്നെ ഗ്രീൻ ചില്ലി സ്ലൈസ്ഡ്, പിന്നെ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള നല്ലെണ്ണ ഞാനിവിടെ എടുക്കുന്നത്, പിന്നെ വിനീഗർ, പിന്നെ കായപ്പൊടി. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം. ഇത് നമുക്ക് എങ്ങനെ ഇവിടെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ആദ്യം നമ്മൾ ഫ്രൈങ് പാൻ ഒന്ന് ചൂടാക്കുക. ഫ്രൈങ് പാൻ ഒന്ന് തീയിട്ട് കഴിയുമ്പോൾ നമുക്ക് എണ്ണ അതിനകത്ത് ഒഴിക്കാം. ആദ്യം നമുക്ക് ഇവിടെ 12 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട്, എന്നിട്ട് നല്ലെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് അതിൽ ചേർത്തിടാം. ആദ്യം നമ്മളത് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മൾക്ക് ക്യാരറ്റ് അതിൽ ഇടാൻ, ഈ എണ്ണയിലോട്ട്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ക്യാരറ്റ് ഇതിൽ സ്ലൈസ് ചെയ്ത് അതിനകത്തോട്ട് ഇടാം. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടണം. ഇങ്ങനെ നമ്മൾ എണ്ണയിലോട്ട് ഇടണം. ഇത് നല്ല ക്യാരറ്റ് നല്ല സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ട്രെയിനിലോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് നമ്മൾ ഇടണം. തിരുതി പിടിച്ച് നമ്മൾ ചെയ്യാതെ നമ്മൾ ഈ ക്യാരറ്റ് സോഫ്റ്റ് ആകുന്നേരം നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് ക്യാരറ്റ് മൂത്ത് വന്നപ്പം സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, മൂട്ടിലൊന്നും പിടിക്കാതിരിക്കാൻ. അങ്ങനെ 3 ഡ്രിപ്പായിട്ട് ഞാനത് ക്യാരറ്റ് ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് സ്ട്രെയിനറിനകത്ത് വെക്കുന്നുണ്ട്. അടിയിലൊരു പാത്രം വെച്ചാൽ നല്ലതാണ്. അപ്പം നമ്മുടെ ഓയിൽ അതിൽ പിടിച്ചോളും. അങ്ങനെ ഇവിടെ എണ്ണയ്ക്കകത്ത് മൂത്ത് വരുന്നുണ്ട്. ക്യാരറ്റ് സോഫ്റ്റായി വരുമ്പോൾ ഞാൻ സ്ട്രെയിനറിനോട്ട് ഇടും. പിന്നെ അവസാനത്തെ ട്രിപ്പായത്. ഇനി ഇത് മൂത്ത് വരുമ്പോൾ ഞാൻ ഈ സ്ട്രെയിനറിനോട്ട് ഇടും. ഇനി നമ്മൾ എണ്ണയ്ക്കകത്തുനിന്ന് എല്ലാം കോരി എടുത്തിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് ജിഞ്ചറും ഗാർലിക്കും ഇടാം. പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇടാം. എന്നിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കത് മൂപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആണ്. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രെയിനറിനകത്ത് ഇതിൻ്റെ കൂടെ ചേർത്തിടാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇനിയും നമ്മൾ കോരിയെടുത്ത് സ്ട്രെയിനറിലോട്ട് ആക്കണം. എണ്ണയില്ലാതെ അത് കോരിയെടുത്ത് സ്ട്രെയിനറിലോട്ട് ആക്കണം. നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് 3 ടീസ്പൂൺ കടുക് ഇടാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വേണം ആക്കിയിട്ട് നമ്മളത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ കടുക് നമ്മൾ ഈ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് 3 ടീസ്പൂൺ കടുക് ഇടാം.
എന്നിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സ്പൈസസ് ഒക്കെ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സ്പൈസസ് ഇടുന്നേക്കാട്ടും മുമ്പേ നമ്മൾ കറി ലീവ്സ് ആദ്യം ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. എല്ലാം ലോ ഫ്ലെയിമിൽ വേണം ആക്കാൻ. ഇനി നമുക്ക് സ്പൈസസ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇവിടെ 3 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം. 3 ടീസ്പൂൺ. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. എല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യണം നമുക്ക് കരിയാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഒരു കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ തീ ഇച്ചിരി ഒന്ന് താഴോട്ടാക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പ്. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ എല്ലാം ഇളക്കാം. ഇപ്പോൾ നല്ല ഗ്രേവി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് അതിൻ്റെ കൂടെ വിനീഗർ ആഡ് ചെയ്യണം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 3 ടേബിൾ സ്പൂൺ ഓഫ് വിനീഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറാക്കി. ഇത് തണുത്താറി വരുമ്പം നമ്മൾ കുപ്പിയിലാക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിതുപോലെ കുപ്പിയിലാക്കി വെച്ചിട്ട് ഇതുപോലെ കുറേ ദിവസം നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിച്ചെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി ചേർക്കാൻ, ഉലുവാപ്പൊടി ചേർക്കാൻ മറന്നുപോയി. ഞാനത് ലാസ്റ്റിലാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മറക്കാതെ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം.